ആണ് ഇതിൻ്റെ ജോണർ എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ സിനിമ. എന്തായാലും തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കട്ടെ. നിങ്ങൾക്ക് പ്രകമ്പനമായി മാറട്ടെ. എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് സാമ്പത്തികമായിട്ട് പ്രകമ്പനമായി മാറട്ടെ. ഈ അവസരത്തിൽ ഇതൊക്കെ തന്നെയാണ് എന്നോട് പറയാനുള്ളത്. എന്തെങ്കിലും ചോദിക്കാണോ ചോദിക്കാം. Hi. Your earlier associations, രേഖ, അറ്റൻഷൻ പ്ലീസ്, അതിലെല്ലാം ഒരു വയലൻസ് இருந்தது சார். அந்த படத்தில் அந்த சப்ஜெக்டில் அப்படி ஒரு வயலன்ஸ் இருந்தது, கண்டென்ட் ஓரியன்டாக இருந்தது. ஆனால் பிரகம்பனத்தோட மொத்த அவுட்லுக்கே ரொம்ப கொமர்ஷியலாக ஃபன்னாக இந்த மாதிரி ஒரு அசோசியேஷன் அது எப்படி இருந்தது? ஐ திங்க் இது அதான் அந்த இதில் வயலன்ஸ் தான். இட் இஸ் லைக் அவர் சொன்ன மாதிரி ஒரு ஹாரர் காமெடி, பட் இட்ஸ் லைக் a வெரி ஃபன் ஃபில்ம். So we used to enjoy and we were looking for that kind of films also. It's not that we take only violent and very darker films in the mari. So when we got something like this, we are happy to associate with this film. മഞ്ഞുമൽ വോയിസിന് പോസ്റ്റ് ഗണപതി മേലെ ഒരു പ്രഷർ എന്നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പോൾ പ്രകമ്പനത്തിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ ആണോ പ്രതീക്ഷിക്കാൻ പറ്റുക? ഇപ്പോൾ ആലപ്പുഴ ജിംഖാനയിൽ ഉൾപ്പെടെ അവിടെ ഒരു പെർഫോമറിനെ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പ്രകമ്പനത്തിൽ എന്താ ഗണപതിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയത്? എനിക്കറിയില്ല, കൃത്യമായിട്ട് പറയാനറിയില്ല. പക്ഷേ ഇതൊരു ഹൈലി എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ത്രൂ ഔട്ട് ഫൺ ആൻഡ് ലൈക്ക് ഈ പറയുന്ന പോലെ ചെറിയ ഹോറർ എലമെൻറ്റും പരിപാടിയായിട്ട് ഇതിൻ്റെ ഒരു വൺ ലൈൻ ഇപ്പോൾ പറഞ്ഞ പോലെ കാർത്തിക്കാണ് പറഞ്ഞ പോലെ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെയാണ് നമ്മളും ഭയങ്കര ഇമ്പ്രസ്ഡ് ആയത് ഈ സിനിമയിൽ. അപ്പോൾ ആ ഒരു എലമെൻറ്റിൽ നിന്നാണ് ഈ പടം തുടങ്ങുന്നതും ഈ പടത്തിൻ്റെ ഫുൾ ഔട്ട് ആൻഡ് ഫൺ വരുന്ന പരിപാടിയും. അപ്പം കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഫുള്ളി ഹ്യൂമറായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. വൺ ലൈനേഴ്സും കൗണ്ടേഴ്സും ഒക്കെ പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. അപ്പോൾ ആ സൈഡ് കുറേ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന, അതായത് വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു സഹകരണമായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. എന്നെ മാത്രമല്ല, ഇതിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഫുള്ള് എല്ലാവരും അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടാണെങ്കിലും, വിജയ് ചേട്ടനായിട്ടാണെങ്കിലും, ഗണു ആണെങ്കിലും, അമീനാണെങ്കിലും, ശീതളാണെങ്കിലും, അപ്പം അങ്ങനെ ഒരുപാട് സ്പേസ് കിട്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സിറ്റുവേഷൻസ്, ഓരോ ഡയലോഗ്സ് വരെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. കൂടുതൽ പറയുന്നില്ല. എന്തായാലും ആ ഒരു ഫണ്ണായിട്ടാണ് നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്ന ഓരോ സീക്വൻസും. അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബാക്കി നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി പടം ഇറങ്ങുമ്പോൾ. അതാണ് എൻ്റെ ഒരു റൈറ്റ്. ഇത് വേണം പറയാൻ. എനിക്ക് തോന്നുന്നത് പഴയ ഹിൻ ഹരിയർ നഗർ എടുത്തു കഴിഞ്ഞാൽ പോലും പിന്നെ അവിടെ നിന്ന് വന്ന ഇതുപോലുള്ള കൂട്ടുകെട്ടുകൾ സിനിമകൾ ഇവിടെ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പ്രകമ്പനം. ഈ രീതിയിലുള്ള സിനിമ ചെയ്യണമെന്ന് തോന്നിയ സിനിമകളുണ്ടോ? ഇനി ഭാവിയിൽ ഏതൊക്കെ സിനിമകളാകും ആ ഒരു ഗണത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? Yeah, I mean, always Malayalam cinema, like, it's personally very inspiring for me. Generally, like Malayalam cinema inspires me a lot, and because it doesn't they break the Malayalam filmmakers. They sort of break the genre boundaries and other things, and then they suddenly explore. And then out of all this, they keep very simple stories. So I always I've seen Malayalam cinema as something. I adore Malayalam cinema. So we would love to be part of like iconic Malayalam films. So always whenever we see some films coming Malayalam, we thought, okay, we should also be part of such films, and then we should be producing. So open for any kind of genre. We are looking forward for really good scripts as such. Yeah. ഇത് കണ്ടിട്ടാണോ ചോദിച്ചത്? അത് ക്യാരം ബോർഡാണ്. ക്യാരം ബോർഡിൽ ബോർഡ് കളിക്കുന്ന ക്യാരം ബോർഡാണ്. അത് ഹോട്ടലിൻ്റെ അകത്തുള്ളവരുടെ റൂമാണ്. അവിടെ ക്യാരം ബോർഡ് മാത്രമാണ്. എന്തായാലും എനിക്ക് അതിപ്പം എനിക്കങ്ങനെ പറയാൻ പറ്റും. ഇതൊക്കെ വിലയിരുത്തേണ്ട നിങ്ങളാണ്. നിങ്ങൾ വേണം വിലയിരുത്താൻ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ എനിക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾ വേണം ഈ സിനിമയെ വിലയിരുത്താൻ.